ജസ്ന സലീം അഥവാ രാധാ താത്തയെന്നും ബാലാമണി താത്തയെന്നും ഒക്കെ വ്യത്യസ്തമായി ആളുകൾ പരിചയപ്പെടുത്താറുണ്ട്. അവരായി അവരുടെ വിശ്വാസമായി അവരുടെ അനുഷ്ഠാനങ്ങളായി അവരുടെ പേഴ്സണൽ ചോയ്സാണ്. ഇങ്ങേയറ്റം സാധാരണക്കാരുൾപ്പെടെ ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം ഒരുപാട് സിനിമാ താരങ്ങൾക്കും വലിയ വലിയ വ്യവസായികൾക്കും വരെ കണ്ണന്റെ ചിത്രം വരച്ച് നൽകിയിട്ടുള്ള ഒരു പെൺകുട്ടി. ഈ സ്ത്രീയെ തുടക്കം മുതൽ തന്നെ ഞാനടക്കം ഒരുപാട് പേര് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഹിന്ദുക്കളിൽപ്പെട്ട നല്ലൊരു വിഭാഗം ആളുകൾ ഇവർക്ക് എതിരാകുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട്. ഇവര് തന്നെയാണ് പൊക്കിക്കൊണ്ട് നടന്നത്. ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട തട്ടമിട്ട മുസ്ലിം സ്ത്രീ, അതും തട്ടമിട്ടുകൊണ്ട് തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ അടക്കം വന്ന് കണ്ണന്റെ ചിത്രം വരച്ച് പ്രതിഷ്ഠിക്കുമ്പോൾ ഇസ്ലാം മതത്തിന് എന്തോ വലിയ ക്ഷതമേൽക്കുമെന്നും അത് ഹൈന്ദവ വിശ്വാസികൾക്ക് എന്തോ വലിയ നേട്ടമുണ്ടാകുമെന്നും ഇവരാദ്യം ധരിച്ചു. പക്ഷേ ഒരുപാട് വൈകാരികതകളുള്ള ഒരു മതവിശ്വാസമാണ് ഇസ്ലാം മതവിശ്വാസം. പക്ഷേ ഇസ്ലാം മതവിശ്വാസികളൊന്നും സാധാരണ ചെയ്യുന്നത് പോലെ ജസ്നയെ കൊല്ലാൻ പോയില്ല, അവളുടെ വീടിന് കല്ലെറിയാൻ പോയില്ല, അവളെ പീഡിപ്പിക്കാൻ പോയില്ല, ഒരു രൂപത്തിലും ബുദ്ധിമുട്ടിപ്പിക്കാൻ പോകാത്തത് കൊണ്ട് കക്ഷി സ്വയം കുറെ കാര്യങ്ങൾ പടച്ചു വിട്ടു. ഹിന്ദുക്കൾ തന്നെ ശക്തമായി പ്രതികരിച്ചതിനെ തുടർന്ന് സൈബർ മീഡിയ ഇന്ന് അങ്ങനെയാണ്, എല്ലാം സൈബർ ലോകമാണ്. എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടിയാൽ അതിനെ എടുത്ത് ആഘോഷിക്കാനും വിമർശിക്കാനും ധാരാളം ആളുകൾ മുന്നോട്ട് വരും. അത്തരം ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകണം, ആയേ പറ്റും. അത്രയ്ക്കും തൊലിക്കട്ടിയുള്ള ആളുകൾ മാത്രം ഇതിനകത്ത് നിന്നാ മതി. ഗോപാൽ പയ്യൂർ എന്ത് മെസ്സേജാണ് വായിക്കേണ്ടത്? എന്ത് മെസ്സേജാണ് വായിക്കേണ്ടത്? അയാൾ ആദ്യം ഇടുന്ന മെസ്സേജാണ് ഇത് ഇന്നത്തെ ലൈവില്. എന്നിട്ട് ടീച്ചറെ മെസ്സേജ് വായിക്കുന്നു. നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ഇവർക്കൊന്നും ബുദ്ധിയില്ലേ, അതോ വിവരമില്ലേ? എന്തിന് കയറി വരുവാണെന്ന് എനിക്കറിയില്ല. നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് കേൾക്കാൻ വരുന്നവർ വന്നാ പോരെ? ഇവരുടെയൊക്കെ പേര് പറയണം. ഇവരെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എഴുതുന്നത് വായിക്കാൻ എനിക്ക് പറ്റില്ല, നിങ്ങളോട് ഹായ് പറയാനും എനിക്ക് പറ്റില്ല. അതൊരു ധാർഷ്ട്യമായിട്ടോ ധിക്കാരമായിട്ടോ ആണ് നിങ്ങൾ തോന്നുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. അയാൾ ആദ്യമായിട്ട് ഗോപാൽ പയ്യൂർ വന്നൊരു മെസ്സേജ് എഴുതുക, ടീച്ചറെ മെസ്സേജ് വായിക്കേ, ഞങ്ങൾ എഴുതുന്നത് വായിക്കേ. ഞാനൊരു സ്വകാര്യ സംഭാഷണത്തിന് വേണ്ടി വന്നിരിക്കുന്ന ആളല്ല. നിങ്ങളുമായി സുഖവിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ച് ഹായ് ഹൂയ് ഹൂയ് ഇങ്ങനെ പറഞ്ഞിട്ട് പോകാൻ വന്നിരിക്കുന്ന ആളല്ല. എന്റെ വിലപ്പെട്ട സമയമാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടേതും വിലപ്പെട്ട സമയം തന്നെയാണ്. നിങ്ങൾക്ക് ഈ ലൈവിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കണം പുതിയതായി എന്നാഗ്രഹിക്കുന്ന ആളാ ഞാൻ. അതല്ലാതെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ വരുന്ന ആളല്ല ഞാൻ. എന്റെ പേരൊന്ന് വായിക്കേ, എന്റെ മെസ്സേജ് ഒന്ന് വായിക്കേ. ഗൗരവമായിട്ടൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഹായ് ഗോപാൽ ഹായ് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഗോപാലിനോട് മാത്രമല്ല എല്ലാവരോടുമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ചില ആളുകൾ വന്നിട്ട് വിഷയം പറയാൻ ഒരു രൂപത്തിലും സമ്മതിക്കില്ല. അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് മെസ്സേജ് വായിക്കേ, ഞങ്ങൾക്കൊരു ഹായ് പറ, ഞങ്ങളുടെ പേര് പറ. അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട് കേട്ടോ. അവരുടെ ഗ്രൂപ്പിലേക്ക് അതല്ലെങ്കിൽ അവരുടെ ലൈവിലേക്ക് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എനിക്ക് ഒരാളേ ഉള്ളൂ, അവർ ഞാൻ പറയുന്നത് എന്ത് എന്ന് ശ്രവിക്കാൻ വേണ്ടി വരുന്നവരാ. അവർക്ക് വലിയ ക്യാമറ ഫെസിലിറ്റീസ്, വലിയ സ്റ്റുഡിയോ സൗകര്യങ്ങൾ ഇതൊന്നുമില്ലാതെ ഞാനൊരു സാധാരണക്കാരിയായി നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് എന്ത് സെറ്റപ്പാണ് നിങ്ങൾ കണ്ടില്ലേ? സ്റ്റുഡിയോ, ക്യാമറാമാൻ, ഒരു ഫോണ്, ഒരു ലാപ്ടോപ്പ് പോലും കൊണ്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് ശ്രവിക്കാൻ സാധിക്കണം, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോ ഇരിക്കട്ടെ, കണ്ടോ, അത്രയും സമയം വിഷയത്തിൽ നിന്നങ്ങ് പോയി കിട്ടി. അപ്പൊ ഈ പെണ്ണിനെ, ഈ ജസ്ന എന്ന് പറയുന്ന സ്ത്രീയെ മുസ്ലിങ്ങൾ ആരെങ്കിലും കല്ലെറിയാനോ കൊല്ലാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും പോയില്ല. അവർക്ക് ഈ കണ്ണന്റെ ചിത്രം വരച്ചതിന്റെ പേരിൽ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ അനിവാര്യമായി വന്നിട്ടുമില്ല.
അനിവാര്യമായി വന്നിട്ടുമില്ല. എന്നിട്ടും അവരുടേതായിട്ടുള്ള രീതികളുമായി മുന്നോട്ട് പോയി. ഒരിക്കൽ ഇവരെ പൊക്കി 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 വാനോളം ഉയർത്തിക്കൊണ്ടുവന്ന ആളുകൾ തന്നെ എത്ര പൊക്കിയോ അത്രത്തോളം ആഘാതത്തിൽ അവരെ തള്ളി താഴെയിട്ടതിന്റെ ഗുട്ടൻസ് എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല. അവര് തന്നെയാണ് ജസ്ന എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു കൊണ്ടു നടന്നത്. ഇപ്പോ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇവർക്കിടയിൽ എന്ന് മനസ്സിലായിട്ടില്ല. ഇപ്പോഴിതാ ഒരു അജിത്ത് പട്ടത്ത് എന്ന് പറയുന്ന വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ജസ്ന സലീമിന്റെ ഉഡായിപ്പ് കലാപരിപാടി പൂട്ടിക്കെട്ടുവാൻ ഉറച്ച് പ്രിയ സുഹൃത്തും BJP തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് KR ഹരി പരാതി നൽകിയിട്ടുണ്ട്. ജസ്ന സലീമിനെതിരെ പരാതികൾ കൂമ്പാരമായിക്കൊണ്ടിരിക്കുകയാണ്. പരാതികൾ കൂമ്പാരമാകുന്നു, ചിത്രവര അതിനേക്കാൾ ഗംഭീരമാകുന്നു. ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ വീഡിയോ കണ്ടിട്ട്, എൻ്റെ വാട്സപ്പ് സുഹൃത്താണ്, വാട്സപ്പിൽ നിരന്തരം ഞാനുമായി സംവദിക്കുകയും ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവരിന്ന് എന്നോട് സ്വകാര്യമായി 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ചെയ്ത വീഡിയോയെ സംബന്ധിച്ച് ജസ്നയുടെ വിഷയം തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് അവർക്ക് പബ്ലിക്കിനോട് ഈ വിഷയവുമായി ഒന്ന് പ്രതികരിക്കണം. ശരി, നിങ്ങൾ പ്രതികരിച്ചോളൂ, നിങ്ങളുടെ പ്രതികരണം തീർച്ചയായിട്ടും ഞാൻ ടെലികാസ്റ്റ് ചെയ്യാം, നിങ്ങൾ പ്രതികരിച്ചോളാൻ പറഞ്ഞു. ആദ്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ പ്രതികരണം നിങ്ങളൊന്ന് കേൾക്കുക. ടീച്ചറെ നമസ്കാരം. ടീച്ചറെ ഞാന് സെക്കൻഡ് സൗണ്ട് വേണമല്ലോ. ഓക്കെ ടീച്ചറെ നമസ്കാരം. ടീച്ചറെ ബ്ലൂടൂത്ത് കണക്ട് ആയില്ല. റോഷൻ, നിന്റെ ഉമ്മയുടെ വർത്തമാനമാണോടാ നീ പറയുന്നേ? ആണോ? നല്ലതാട്ടാ. ടീച്ചറെ നമസ്കാരം. ടീച്ചറെ ഞാൻ ടീച്ചറിൻ്റെ വീഡിയോസൊക്കെ കാണാറുള്ള വ്യക്തിയാണ് സ്ഥിരമായിട്ട്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ടീച്ചർ ഇടുന്ന ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രനടയിൽ ഒരു ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് അവര് എനിക്ക് തോന്നുന്നു വിശേഷ ദിവസങ്ങളിലൊക്കെ അവിടെ വരാറുണ്ട്. അവര് വരയ്ക്കുന്ന എന്തോന്നാണെന്ന് എനിക്കറിയാൻ വയ്യ, ഏതോ ഒരു പടം, ഭഗവാന്റെ പടമൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഭക്തന്മാർക്ക് പറയാൻ പറ്റില്ല. കാരണം ഭഗവാന്റെ മുഖം എന്ന് പറയുന്ന കന്ദർപ്പകോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദം ആദിപുരുഷം എന്നാണ് പറയുന്നത്. ഇത് കന്ദർപ്പകോടി എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് കാമദേവന്മാരെ വെല്ലുന്ന സൗന്ദര്യമുള്ളതാണ് ഭഗവാന്റെ മുഖശ്രീ. അപ്പോ ഈ സ്ത്രീ വരയ്ക്കുന്നത് എന്തോന്നാണെന്ന് എനിക്കറിയാൻ വയ്യ. സ്ത്രീയുടെ എന്ത് തരം പടമാണെന്നൊന്നും അറിയാൻ വയ്യ. ഇതൊക്കെ ഇത്രയും വില കൊടുത്ത് ആൾക്കാർ വാങ്ങിക്കാൻ, ഇത്രയും വില കുറച്ച് കാണേണ ഹിന്ദുക്കളെ? ഈ സ്ത്രീ വരയ്ക്കുന്ന പടം വാങ്ങിച്ച് വെച്ച് വേണം പൂജിക്കേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് അന്ന് ജന്മാഷ്ടമി ദിവസം ഈ സ്ത്രീ ഭക്തന്മാരുടെ പ്രവാഹം ഉള്ള ഒരു ദിവസമാണ്. അല്ലെങ്കിലും ഗുരുവായൂർ ക്ഷേത്രം ഭക്തന്മാരുടെ ഒരു പ്രളയം ഉള്ള സ്ഥലമാണ്. ഗുരുവായൂരപ്പൻ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഓരോരുത്തരും വരുന്നത്. ജസ്റ്റ് ഒരു നിമിഷമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി വരുന്നതാണ് ഈ ഭക്തകോടികൾ അതിനു വേണ്ടി വരുന്നവരാണ്. അപ്പൊ അവിടെ ഈ സ്ത്രീ വന്ന് നിന്ന് ഈ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? ഇവർക്ക് എന്താണ് ആവശ്യം? ഇവരുടെ അജണ്ട എന്താണ്? ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. ഇത് വ്യക്തമായിട്ട് അന്വേഷണം നടത്തിയാലേ അറിയാൻ പറ്റും. ഇതൊക്കെ ഈ കാണുന്ന ഹിന്ദുക്കള്, അവരെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഹിന്ദുക്കൾ അധികം പ്രതികരിക്കുന്ന ഒരു ശീലക്കാരല്ല. കാരണം അവർക്ക് എല്ലാവരും ഒന്നുപോലെ എന്നുള്ള ഒരു
മാനസികാവസ്ഥയാണ്. അത് നമുക്ക് അതുപോലെ അല്ല ഈ മറ്റ് മതസ്ഥര്. ഇവർക്ക് മറ്റ് മതസ്ഥരെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നതിൽ മറ്റ് മതസ്ഥരിൽ ചിലർക്ക് കാരണം ഞങ്ങളും ഒക്കെ ജീവിച്ച പരിസരങ്ങളിൽ എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്കൊന്നും ഇങ്ങനെയൊന്നും ആ കാലങ്ങളിലൊന്നും നമുക്കൊന്നും ഇതൊന്നും അറിയില്ല, ഇതൊക്കെ എന്തോന്നാണെന്ന്. നമ്മളെല്ലാം ഒന്ന് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഹിന്ദുക്കൾ എല്ലാവരും. അതുകൊണ്ടാണ് അവർക്ക് ഈ പക്ഷെ അവർ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഉള്ള അവസ്ഥ പിന്നെ മറ്റൊന്നായിരിക്കും. അവരും മിണ്ടാതെ ഇരിക്കും. ഇത് ജന്മാഷ്ടമി ദിവസം, ഭഗവാന്റെ ജന്മദിന ദിവസത്തിൽ ഇവർ കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് അവിടെ വെച്ച് കഴിച്ചിട്ട് മറ്റേ ആൾക്കാർക്ക് കൊടുക്കുന്നതായിട്ടും അതൊക്കെ എന്ത് വൃത്തികേട്. അവരുടെ പള്ളിയുടെ അവിടെ കൊണ്ടുപോയി ഇതൊക്കെ അവർ കാണിക്കൂ. ഇവരെ പള്ളിയുടെ അകത്ത് കയറ്റൂ. ഇവരെന്തിന് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ വരുന്നു? അതിന്റെ ആവശ്യം എന്താണ്? ഇവർക്കിപ്പോ അവര് ഭഗവാനെന്ന് വിചാരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആ സിസ്റ്റർ ചോദിച്ചത്. കണ്ണനെ വരയ്ക്കുന്നത് ഒരു തെറ്റല്ല, ഞാനിത് വരച്ച് ഈ ചിത്രം വിറ്റാണ് ജീവിക്കുന്നത്. ശരി, സമ്മതിച്ചു. എത്രയോ ആളുകൾ ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റും തന്നെ ഹിന്ദുക്കളുടെ ആരാധ്യ വസ്തുക്കൾ തന്നെ വിറ്റ് ഉപജീവന മാർഗം നോക്കുന്നുണ്ട്. എത്രയോ പേര് ലോഡ്ജുകൾ നടത്തുന്നു, ഹോട്ടലുകൾ നടത്തുന്നു. അവരൊക്കെ ഇത്തരം പ്രഹസനങ്ങൾ കാണിക്കാറുണ്ടോ എന്നതൊരു ചോദ്യമാണ്. ഗുരുവായൂര് പോകുന്നു, കണ്ണന് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു, കേക്ക് മുറിക്കുന്നു, അവിടെ കുറെ പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടുന്നു. കണ്ണൻ ആഗ്രഹിച്ചാൽ എല്ലാം നടക്കും, കണ്ണൻ വിചാരിച്ചാൽ എല്ലാം നടക്കും, കണ്ണനാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ ഈ സ്ത്രീ പറയുന്ന വീഡിയോകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് വരച്ച് ഉപജീവന മാർഗം നേടുക അതല്ല ഇവരുടെ ലക്ഷ്യം. വളരെ വൈകിയാണെങ്കിലും ശരി, ഹിന്ദുക്കൾ അത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നു. ഉണ്ണിക്കണ്ണനാണ് എന്നും പറഞ്ഞ് വരച്ച് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഷോപ്പ് എടുത്ത് വേറെ എവിടെയെങ്കിലും ഷോപ്പ് എടുത്ത് അവർ വിൽക്കട്ടെ, താല്പര്യമുള്ളവർ വാങ്ങിക്കട്ടെ. അതല്ലെങ്കിൽ അവരുടെ പള്ളിയുടെ പരിസരത്ത് കൊണ്ടുവച്ചിട്ട് എനിക്ക് ഉപജീവന മാർഗം ഇതാണ്, എനിക്ക് ജീവിക്കണം, എനിക്ക് കണ്ണൻ്റെ പടം വിറ്റാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് അവിടെ വേണം ഇവരെ കൊണ്ടുവച്ച് സമർത്ഥമായിട്ട് വിൽക്കേണ്ടത്. ഏതെങ്കിലും ഹിന്ദുക്കൾ വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിക്കട്ടെ. ഇവരുടെ പടം വെച്ചിട്ട് വേണോ ഇനി ഹിന്ദുക്കൾ പൂജിക്കേണ്ടത്? നമുക്കറിയാമല്ലോ. ഇപ്പൊ ഗുരുവായൂരിൽ തന്നെ ടീച്ചർ ഒന്ന് പോയി നോക്കിയാൽ മതി, എന്തുമാത്രം കടകളുണ്ടെന്നറിയാം. എന്റെ ഭർത്താവ് ഗുരുവായൂർ സ്വദേശിയാണ്. അതുകൊണ്ട് ധാരാളം തവണകളിൽ അവിടെ പോയിട്ടുണ്ട്. അവിടെ പോയാൽ തന്നെയും അവിടുത്തെ ലോഡ്ജുകളിൽ താമസിക്കാറുണ്ട്. കാരണം നമുക്ക് അവിടെയാണ് കുറച്ച് സേഫ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഗുരുവായൂര് വീട് ഗുരുവായൂരിൽ നിന്ന് വെറും 7.5-8 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ. അതുകൊണ്ട് ഗുരുവായൂര് അമ്പലത്തിലൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഒക്കെ പോയിട്ടുണ്ട്. അതിനകത്ത് കയറി തൊഴുന്നതൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കാണുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രം വളരെ ദൂരെ നിന്ന് നോക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അത്രമാത്രം. മുസ്ലിങ്ങളും കടകളും ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് സത്യങ്ങൾ തന്നെയാണ്. പക്ഷെ അവരെ കൊണ്ടൊന്നും ആർക്കും ബുദ്ധിമുട്ടില്ല. ഈ സ്ത്രീ എന്തിനാണ് ഇങ്ങനെ ഹിന്ദുക്കളെയും ഭക്തന്മാരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഇവരൊരു പ്രച്ഛന്ന വേഷമൊക്കെ ഇട്ട് എന്തിനാണ് അവിടെ വന്ന് ഇങ്ങനെ ആരെ കാണിക്കാൻ? അവര് ഈ അമ്പലത്തിൽ വരുന്ന അമ്മമാര് മാത്രം വിചാരിച്ചാൽ മതി, ഈ സ്ത്രീ ഗുരുവായൂർ പ്രദേശത്ത് കേറ്റരുത്. അവരെന്തിനവിടെ വരുന്നത്? ഇവർക്ക് പിന്നെ ഇവര് ഉള്ളയനാട് ഉണ്ണികൃഷ്ണന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെയും പിന്നെ ആൾക്കാരെല്ലാം ഒഴിഞ്ഞ സമയത്ത് ഇവരവിടെ നിന്നൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് കയറി നിന്ന് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്ത് പ്രചരിപ്പിക്കുന്നു. ഞങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നവരാണ് ടീച്ചറെ. ഞങ്ങളാരും ഇമാതിരി കോപ്രായത്തിന് നിങ്ങളൊന്നും ചെയ്യാറില്ല. ഇത് വളരെ മോശമായൊരു കാര്യമാണ്. ഇവർക്ക് മറ്റേതെങ്കിലും അവരുടെ സ്വന്തം മതത്തിൽ തന്നെ ഇവർക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറ്റുന്ന സ്ഥലം ഗുരുവായൂരപ്പനാണോ? ഗുരുവായൂർ ക്ഷേത്രം നടയണോ? അത് നടക്കില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി അങ്ങോട്ട് ഈ സ്ത്രീയെ നന്നായിട്ട് വിലക്കേണ്ട ആൾക്കാർ അവിടെ ഉണ്ടാവണം. അമ്മമാര് അതിനകത്ത് വരുന്ന അമ്മമാര് വിചാരിച്ചാൽ മാത്രം മതി
ഈ സ്ത്രീ ആ പരിസരത്ത് പ്രവേശിക്കില്ല. ഇവരെന്താണ് വിചാരിച്ചിരിക്കുന്നത്? പക്ഷെ ഭഗവാനെ കുറിച്ച് അവരുടെ ജീവിതം അങ്ങനെ ആയിക്കോട്ടെ, അതിനൊന്നും ഹിന്ദുക്കൾക്കൊരു പ്രശ്നമല്ല. ഭഗവാന്റെ പടം വിറ്റ് ജീവിക്കട്ടെ. അവരെങ്ങനെ, അവരുടെ മറ്റു കാര്യങ്ങളൊന്നും വേറെ ആർക്കും നമുക്കറിയേണ്ട ആവശ്യമില്ല. അവരെങ്ങനെയാണെന്നോ എന്തോ ഒന്നും അറിയണ്ട. പക്ഷേ ക്ഷേത്രനടയിൽ അവർ വന്ന് വിഷയം ഉണ്ടാക്കരുത്. ഇത് ഹിന്ദുക്കളായ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഹിന്ദുക്കൾ ഒന്നും സംസാരിക്കാതെ ഇരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഞാൻ ടീച്ചറിന് കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ അല്ല ഓഡിയോ മെസ്സേജ് ഞാൻ ഇട്ടിരുന്നു, ഇതൊന്ന് എന്താണെന്ന് ചോദിച്ചിട്ടും. അപ്പോൾ ടീച്ചർ കുറേ ദിവസം കഴിഞ്ഞിട്ട്, അപ്പോൾ ആ സമയങ്ങളിലെല്ലാം ടീച്ചർ ഈ സ്ത്രീക്ക് അനുകൂലമായിട്ട് സംസാരിച്ചു. അപ്പൊ എന്റെ വിചാരം ഇതെന്താണ് ഇങ്ങനെ? കാരണം ഈ സ്ത്രീ സൈബർ അറ്റാക്കിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യാൻ പോകും. നമുക്ക് ഒരാളെ അറ്റാക്ക് ചെയ്ത് മരണത്തിലേക്ക് തള്ളിവിടാൻ എളുപ്പമാണ്, പക്ഷെ ഒരാളെ ജീവിതത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള സംഗതിയാണ്. അതുകൊണ്ട് ആ സ്ത്രീ ആത്മഹത്യയിലേക്ക് പോകുന്നു, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ സമയത്ത് ആ സ്ത്രീക്ക് സപ്പോർട്ട് കൊടുക്കണം. അവിടെ ജാതിയോ മതമോ ആശയമോ ആദർശമോ വർഗീയതയോ വിഭാഗീയതയോ യുക്തിവാദമോ മതവാദമോ ഇതൊന്നുമല്ല അവിടത്തെ ശരി. ആ സ്ത്രീയെ മാനസികമായി ധൈര്യപ്പെടുത്തി പിടിച്ച് ജീവിതത്തിൽ നിർത്തുക എന്നുള്ളതാണ്. അവരാ മരണത്തിൽ നിന്നും പാരസിറ്റമോളിന്റെ ഗുളിക കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു, അറിയില്ല, ഇതും പ്രഹസനമാണെന്ന് ആളുകൾ പറയുന്നു, അഭിനയമാണെന്ന്. ശരി, അത് കഴിഞ്ഞ് പിന്നീട് അതിനു മുമ്പുള്ള സ്ത്രീയെ അല്ല പിന്നെ നമ്മൾ കാണുന്നത്. തികച്ചും വ്യത്യസ്തമായ ഒരു ഐഡിയോളജിയുമായിട്ടാണ് രണ്ടാമത് അവർ തിരിച്ചു വരുന്നത്. അവർ പിന്നെ തിരിച്ച് ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അവിടെ കണ്ണനെ വയ്ക്കുന്നു, കണ്ണന്റെ മുമ്പിൽ തൊഴുത് നിൽക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, കണ്ണനാണ് എൻ്റെ എല്ലാം എന്ന് പറയുന്നു, തട്ടം ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് വലിച്ച് തലയിലിടുന്നു. ഇത് ബിസിനസ് ആണെന്നും ഹിന്ദുക്കളുടെ മതവിശ്വാസത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുകയുമാണ് എന്ന് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചു പറയണമല്ലോ, അതുകൊണ്ടാണ്. മറ്റേ ബൈജു സാറ് എൻ്റെ വീഡിയോസും കാണാറുണ്ട്. അപ്പോൾ അതിൽ വേറൊരു രീതി നമുക്കറിയാൻ പറ്റുന്നില്ല ഇതെന്താണ് ഇതിൻ്റെ സത്യം എന്ന്. പക്ഷെ ടീച്ചർ നെല്ലും പതിനും തിരിച്ചറിഞ്ഞ് 2 ദിവസമായിട്ട് ടീച്ചർ തന്നെ അത് സത്യം പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനി ഈ സ്ത്രീയെ എന്താണ് വേണ്ടതെന്നും അവിടെ വരുന്ന ഭക്തന്മാർ തീരുമാനിക്കണം. ഇതിന് അല്ലാതെ ഒരു നിവൃത്തിയുമില്ല. ഇവരെന്തോന്ന് പിന്നെ ടീച്ചറിനോട് ഒരു കാര്യം പറയാൻ വന്നത്, ടീച്ചർ രാധാത്താത്ത എന്ന് എഴുതിയിരുന്നതിൽ പക്ഷെ രാധാറാണി ആരാണെന്ന് ഹിന്ദുക്കൾക്ക് പോലും ഒട്ടുമിക്ക ആൾക്കാർക്കും രാധാറാണിയുടെ തത്വം എന്താണെന്ന് അറിഞ്ഞൂടാ ടീച്ചറെ. രാധാറാണിയും ഭഗവാനും ഒന്നാണ്. അത് രാധാറാണി എന്തിനാണ് വന്നതെന്നും ഏത് കാര്യത്തിനാണ് വന്നതെന്നും ഏത് സന്ദർഭത്തിലാണ് രാധാറാണി ഭൂമിയിലോട്ട് അവതരിച്ചതെന്നും അത് ഭഗവാനും രാധാറാണിയും തമ്മിലുള്ള അത് വേറൊരു തത്വമാണ്, സത്യമാണ്. അപ്പം അതൊക്കെ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ. പിന്നെ വേറൊന്ന്, അപ്പോൾ അതുകൊണ്ട് ഈ രാധാ താത്ത എന്നുള്ളതിന് പകരം ഈ രാധ എന്ന് മാറ്റിയിട്ട് ഇവർക്ക് വല്ല മറ്റ് വേറെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് ടീച്ചർ തന്നെ അനുയോജ്യമായൊരു പേര് കണ്ടുപിടിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട്. പേര് ഒരു കാരണവശാലും ഈ സ്ത്രീയുടെ മുന്നിൽ വെക്കുന്നത് നന്നല്ല എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. പിന്നീട് ഇവർ തന്നെ പ്രധാനമന്ത്രി നമ്മുടെ മോദിജി വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുക. അപ്പം എത്രമാത്രം ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ അജണ്ടയുണ്ട്. ഇവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരെ എത്താനുള്ള, ഇതിനൊക്കെ പിന്നിൽ ആരൊക്കെയോ ഇവരെ സഹായിക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കണം, അതിൻ്റെ നേരായ വഴി കണ്ടുപിടിക്കണം. എന്തിനാണ് ഇവർ ഈ കോപ്രായങ്ങൾ കാണിക്കുന്നതെന്ന് അറിയണം. ഇതിൽ ഞാൻ ചോദിക്കുകയാണ്, ഇവരിങ്ങനെ നടന്നിട്ട് ഇവരുടെ മതത്തിലുള്ള വലിയ പണ്ഡിതന്മാരുണ്ടല്ലേ, അവരാരും ഇവരെ അടുത്ത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നില്ലേ? ഇവർക്ക് വിഗ്രഹാരാധന പറഞ്ഞിട്ടുള്ളതല്ലല്ലോ. അപ്പൊ ആ കണക്കിന് അവരിൽ ആരെങ്കിലും ഇവരടുത്ത് പറയരുതോ ഇവർക്ക്? ഒരു മിനിറ്റ്, ആസിയ
ആരടി വെടി? നിന്റെ ഉമ്മായും നീയും വെടിയാണെന്നോ? അതിപ്പോ വന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താടി കാര്യം? ഉമ്മാക്കും മോൾക്കും ആളെ പിടിക്കാൻ ഇറങ്ങിയതാ നീ? ആണോ? നിന്നെപ്പോലൊരു സന്തതിക്ക് ജന്മം നൽകിയതിന്റെ പേരില് ആ ഉമ്മായ ലോകം മൊത്തം വെടിയെന്ന് വിളിച്ചിട്ടുണ്ടാകും. ഇവിടെ ഉറങ്ങടി, കൂടി. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അവരൊക്കെ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് പകരം അതിലുള്ള ആൾക്കാരെ തന്നെ ഇവർക്ക് ഒന്നും ഇല്ലാത്തവരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു സമയത്ത് പറഞ്ഞിരുന്നു വീട് വയ്ക്കുന്നത്, അങ്ങനെ കുറേ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരെയൊക്കെ വേണം ആദ്യമേ സഹായിക്കാനുള്ള അതിലുള്ളവരെ എന്നാണ്. അല്ലാതെ ഇവരിപ്പോ ഈ ഭഗവാന്റെ പടം വിറ്റ് ജീവിക്കട്ടെ, പക്ഷെ ക്ഷേത്രം എന്നുള്ളതിൽ പാടില്ല. അവർ എവിടെയോ പോകട്ടെ, അവരുടെ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അതും അവർക്ക് ചെയ്യാം. അവരനുവദിക്കില്ല എന്നുള്ളത് ഇവർ കാണിച്ചു തരണം. അതാണ്. സമയം കൂടിപ്പോയി ടീച്ചറെ, ക്ഷമിക്കണം. നമ്മുടെ ആത്മരോഷം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇത്തിരി കൂടിപ്പോകും ടീച്ചറെ, സോറി. ശരി, ഇതാണ് അവരുടെ പ്രതികരണം. ഈ പ്രതികരണത്തിലൊന്നും വസ്തുതകൾ തീരുന്നില്ല. മറ്റൊരു പ്രതികരണം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. പുതിയ ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ശ്രീകൃഷ്ണ ജയന്തിക്കല്ല പോലും കേക്ക് മുറിച്ചത്. ആവട്ടെ, ശ്രീകൃഷ്ണ ജയന്തിക്ക് കേക്ക് മുറിച്ചെന്ന് ഇതാരാ ഇപ്പൊ പറഞ്ഞത്? നീ നിന്റെ പിറന്നാളിനല്ലേ കേക്ക് മുറിച്ചത്? കഴിഞ്ഞ ജൂലൈയിൽ അപ്പൊ നിന്റെ പിറന്നാളിന് ഇതാ എന്റെ കണ്ണന്റെ തിരുമുന്നിലുള്ളത്, ഞാൻ കേക്ക് മുറിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അത് തന്നെയാണ് എല്ലാവരും പ്രതികരിച്ചത്. അന്ന് മുതൽ ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. അന്ന് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തിട്ടുണ്ട്. എന്താ സംശയം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നീ ഇങ്ങനത്തെ ന്യായീകരണ വീഡിയോ ആയിട്ടൊന്നും ഇനി ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല. നിന്റെ തനി സ്വഭാവം എല്ലാ ആൾക്കാർക്കും മനസ്സിലായി മോളെ. ഇനിയിപ്പം നിനക്ക് തീരെഴുതി തന്നിട്ടൊന്നുമില്ല. ഗുരുവായൂര് കാണാണ്ട് പോയിട്ട് തന്ത്രയിൽ എടുക്കുന്ന വീഡിയോ എടുത്തിടലും റീൽസ് എടുത്തിടലും, പിന്നെ നമ്മൾ സാധാരണ ഹിന്ദുക്കൾ പോലും അവിടെ പോയിട്ട് റീൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇടാറില്ല. ഒരു ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അതിൻ്റെതായ ചുറ്റിയോട് കൂടിയിട്ടാണ് എല്ലാവരും പോകുന്നത്. നീ അങ്ങനെയാണോ ചെയ്യുന്നത്? അത് തന്നെയാണ് എല്ലാത്തിന്റെയും മറുപടി. എന്നിട്ട് നാണമാനും ഉൾപ്പില്ലാണ്ട് വന്നിട്ട് പറയാന്ന് ഞാൻ ഇങ്ങനെ എന്റെ ബർത്ത്ഡേക്കാണ് കേക്ക് മുറിച്ചത്. നാണമാനില്ലേ ജസ്നെ? കഷ്ടം. ഇവരൊക്കെ ഒരു കാലത്ത് ഏതാണ്ട് നല്ലൊരു വിഭാഗം ഹിന്ദുക്കളും ഈ ജസ്നയെ പ്രൊമോട്ട് ചെയ്തിരുന്ന ആളുകളാണ്. ഇവര് വളരെ ഉയർത്തി കൊണ്ടുവന്നിട്ട് പിന്നീട് ഇവർക്ക് ഇതൊരു ബിസിനസ് ആണ്, ഇവർക്കൊരു ഉപജീവന മാർഗമല്ല. ഉപജീവന മാർഗവും ബിസിനസ്സും രണ്ടാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ലാഭം കിട്ടുന്തോറും അതിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു കുടുംബത്തിന് ജീവിക്കാൻ എത്ര വേണമെന്ന് നമുക്കറിയാം. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. അടുത്തത് മുക്കപ്പുഴ നന്ദകുമാർ എന്ന ഒരു വ്യക്തി, ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച ഒരു പോസ്റ്റ് എന്നെ പോലെ തന്നെ നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം എഴുതിയതാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പോസ്റ്റ് കുറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം പഴക്കമില്ലാത്തൊരു പോസ്റ്റാണെന്ന് മനസ്സിലായി. ജസ്ന എന്ന കൃഷ്ണഭക്ത തന്നെയാണ് ഇവിടെ വിഷയം. ഈ കൃഷ്ണഭക്തിയെ രക്ഷപ്പെടുത്താൻ കൃഷ്ണന്റെ ചിത്രം തന്നെ വേണോ എന്നതാണ് അദ്ദേഹം ഉയർത്തുന്ന സംശയം. ജസ്ന നടത്തുന്നത് ഹിന്ദു മതനിന്ദ പ്രവർത്തനം ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ജസ്ന എന്ന യുവതി അവർ ഏതു മതത്തിലും വിശ്വസിച്ചോട്ടെ, ഇവിടെ ആരാണ് അവരുടെ ജാതിയും മതവും ചോദിക്കുന്നത്. പക്ഷേ മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തെ ആരും വിൽപ്പന ചരക്കാക്കേണ്ടതില്ല. ഇതാണ് ആ പോസ്റ്റിലൂടെ അദ്ദേഹം ഉയർത്തുന്ന ഒരു അഭിപ്രായം. ഗുരുവായൂരപ്പദാസൻ എന്നറിയപ്പെടുന്ന ഭക്തനായിരുന്നു ഗാനഗന്ധർവൻ KJ യേശുദാസ്. അദ്ദേഹം പോലും ഈ മുസ്ലിം യുവതിയെ പോലെ ക്ഷേത്രാങ്കണം കളങ്കിതമാക്കാനുള്ള ദുർവാശി കാണിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ പോസ്റ്റിലൂടെ ഹൈന്ദവ ബോധവൽക്കരണം വേണം എന്ന് അദ്ദേഹം ഊന്നി പറയുകയാണ്. ഈ പോസ്റ്റ് എന്തായാലും ഈ പോസ്റ്റിലെ പ്രധാന ഭാഗങ്ങൾ പ്രേക്ഷകർക്കായി ഒന്ന് വായിക്കാം. ഇസ്ലാമിക ഭീകര സംഘടനകളുടെ അജണ്ടയുടെ ഭാഗമായി ശ്രീകൃഷ്ണ ചിത്രം നിർമ്മിച്ച് ഗുരുവായൂരപ്പ സന്നിധിയിൽ വിൽപ്പന പരസ്യം നടത്തുന്ന ജസ്ന എന്ന ഇസ്ലാം മതവിശ്വാസിയുടെ ഹിന്ദു മതനിന്ദ പ്രവർത്തനം അധികാരികൾ നിയന്ത്രിക്കണം. സ്വത്വബോധമുള്ള ഒരു ഹൈന്ദവനും ബാലാമണി താത്തയുടെ ഹൈന്ദവ നിന്ദയോട് യോജിക്കാനാകില്ല. അതില്ലാത്തവർക്ക് എന്ത് വാവും സംക്രാന്തിയും. ജസ്ന എന്ന യുവതി ഏത് മതത്തിലും വിശ്വസിച്ചോട്ടെ, ഇവിടെ ആരാണ് അവരുടെ ജാതിയും മതവും ചോദിക്കുന്നത്. പക്ഷേ മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തെ ആരും വിൽപ്പന ചരക്കാക്കേണ്ടതില്ല. ഹൈന്ദവന്റെ വിശ്വാസത്തെ ഇവർ ഹനിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ അവർ അവരുടെ മതഗ്രന്ഥ ഭാഷകളാണ് സംസാര ശകലങ്ങളായി ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ അല്ലാ അല്ലാതെ വേറെ ദൈവമില്ല, അല്ലാ രക്ഷിക്കട്ടെ, അള്ളാനെ സാക്ഷി നിർത്തി പറയട്ടെ തുടങ്ങിയ അറബി പദങ്ങളാണ് അവർ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഷൂട്ട് ചെയ്യുന്ന റീലുകളിൽ നിരന്തരം ഉരുവിടുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഷാൾ തലയിൽ നിന്ന് ഉതിർന്നു വീണാൽ ഉടനെ അല്ലാ എന്ന് പറഞ്ഞ് വീണ്ടും തട്ടം തലയിലിടുന്നത് സ്ഥിരം പരിപാടിയാണ്. അതായത് തന്റെ മതവിശ്വാസം പ്രവൃത്തിയിലും സംസാരത്തിലും പ്രകടിപ്പിക്കുന്ന ഒരു മുസ്ലിം യുവതി ശ്രീകൃഷ്ണന്റെ ഒരു നിർമ്മിത ചിത്രവും പൊക്കിപ്പിടിച്ച് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഖുറാൻ ഓതിക്കൊണ്ട് സകല സനാതന ധർമ്മ വിശ്വാസികളെയും വിഡ്ഢികളാക്കി വിലസുകയാണെന്ന് ചുരുക്കം. ഇങ്ങനെയാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്.
ഹിന്ദു ഇന്ത്യ വിരുദ്ധ വിചാരവുമായി നടക്കുന്നവർക്ക് ഇതൊരു പക്ഷേ മതേതരത്വത്തിന്റെ മൂർത്തിഭാവമായിരിക്കാം. പക്ഷേ യഥാർത്ഥ മതേതരവാദികളായ സനാതന ധർമ്മവിശ്വാസികൾ ഇതിനെ മതനിന്ദയായിട്ടാണ് കണക്കാക്കുന്നത്. എന്ന് വെച്ച് ഞങ്ങളാരും അവരുടെ വീട്ടിൽ കയറി തലവെട്ടാനോ വീട്ടിലുള്ള ആബാലവൃത്തം സ്ത്രീജനങ്ങളെ ബലാത്സംഗം ചെയ്ത് കഷ്ണമാക്കി പൊതുനിരത്തിൽ വിതറാനോ പോകുന്നില്ല. സാമാന്യമായ ഒരു മര്യാദയ്ക്ക് അവർ യഥാർത്ഥ കൃഷ്ണഭക്തയാണെങ്കിൽ ആദ്യം വരച്ച ചിത്രം ക്ഷേത്രത്തിൽ സമർപ്പിച്ച ശേഷം അവരുടെ ചിത്രശേഖരം വിൽക്കുന്ന ഒരിടം അവരുടെ വീടിനോട് ചേർന്ന് അല്ലെങ്കിൽ ഗുരുവായൂരത്തിന് എവിടെയെങ്കിലും ഒരു കട സ്ഥാപിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ക്ഷേത്രനടയിൽ വന്ന് കൃഷ്ണൻ ചിത്രം പൊക്കിപ്പിടിച്ച് ഖുർആൻ ഓതുകയല്ല വേണ്ടത്. വന്ന് ക്ഷേത്രനട അവർ സ്വന്തമാക്കിയതുപോലെ അവിടെ വരുന്ന ഹിന്ദു ഭക്തരോട് സംഘം ചേർന്ന് തട്ടിക്കയറാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നത് ഗൗരവമായി കാണേണ്ടതാണ്. 2024 അഷ്ടമി രോഹിണി ദിനത്തിൽ, അതായത് കഴിഞ്ഞ ദിവസം ഗുരുവായൂരപ്പ ക്ഷേത്രനടയിൽ അത്തരമൊരു രംഗം സൃഷ്ടിക്കാനായി ബാലാമണി താത്തയും സംഘവും എത്തിച്ചേർന്നത് അപലപനീയമാണ് എന്ന് മാത്രമല്ല അതിൽ കാതലായ ദുരൂഹതയും ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് അധികാരികളുടെ മൗനത്തെ നാം ഗൗരവമായി കാണേണ്ടത്. അൽ കേരളത്തിലെ ക്ഷേത്രങ്ങളും ക്ഷേത്ര പരിസരങ്ങളും ഇസ്ലാമികവത്കരിക്കാൻ ബോധപൂർവമുള്ള ശ്രമമാണ് ജിഹാദി പ്രീണന സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ആടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ഗുരുവായൂരപ്പ സന്നിധിയിൽ നിന്നുകൊണ്ട് മലബാർ ശൈലിയിൽ പരിഹാസ രൂപേണ ചോദിച്ച ഒരു മുഖ്യമന്ത്രിയും ശബരിമല അയ്യപ്പ സന്നിധിയിൽ വെച്ച് തന്ത്രി ഭക്തിപൂർവ്വം കയ്യിലൊഴിച്ചു കൊടുത്ത തീർത്ഥം കൊണ്ട് ക്ഷേത്രനടയിൽ വെച്ച് തന്നെ കൈ കഴുകി കുടഞ്ഞു കളഞ്ഞ ദേവസ്വം മന്ത്രിയും വാഴ്ത്തുന്ന അൽ കേരളത്തിൽ ദൈനംദിനം സനാതന ധർമ്മം വേട്ടയാടപ്പെടുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് മതത്തിന്റെയും ഹൈന്ദവ ഉന്മൂലനം എന്ന അജണ്ട ഈ സ്ത്രീയിലൂടെ നടപ്പാക്കുകയാണ് ചെയ്യുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ? ഹൈന്ദവരിൽ ആത്മീയ ബോധവൽക്കരണം തീർച്ചയായും അത്യാവശ്യമാണ്. സ്വന്തമായി ചിന്തിക്കുകയില്ല എന്ന് മാത്രമല്ല, കാര്യം പറയുന്നത് പോലും മനസ്സിലാക്കാത്ത വിഡ്ഢികളാണ് ഹിന്ദു സമൂഹം. അവർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ വിലയിരുത്തുന്നതിനുള്ള കഴിവില്ല, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കുകയുമില്ല. അതിനാൽ സത്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള കർമ്മം ചെയ്യുക എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഹൈന്ദവ ബോധവൽക്കരണ പരിപാടി നിരന്തരം തുടർന്നേ മതിയാകും. ഇതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ജസ്നയോട് യാതൊരു എതിർപ്പുമില്ല. ജസ്ന ഒരു ജീവിതം പടുത്തുയർത്തുന്നതിന് വേണ്ടി അവർക്കറിയുന്ന എന്ത് കാര്യങ്ങളും സ്വീകരിച്ചോട്ടെ. പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്നത്, മുക്കപ്പുഴ നന്ദകുമാർ പറയുന്നത്, മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തെ വിൽപ്പന ചരക്കാക്കേണ്ടതില്ല. വരയ്ക്കാം, കൃഷ്ണനെ വരയ്ക്കാം, കൃഷ്ണനെ വരച്ച ചിത്രങ്ങൾ ജസ്നയ്ക്ക് കാശിന് വിൽക്കാം, കാശുണ്ടാക്കാം. പക്ഷേ അത് അദ്ദേഹം പറഞ്ഞ പോലെ ഇനി ഗുരുവായൂർ പരിസരത്ത് തന്നെ ഇരിക്കണം എന്നാണ് നിർബന്ധമെങ്കിൽ പരിസരത്തുള്ള എവിടെയെങ്കിലും ഒരു കട കണ്ടെത്തി അവിടെ ഇരുന്ന് വിൽക്കാം. ഇങ്ങനെ ഗുരുവായൂർ ക്ഷേത്രാങ്കണം കളങ്കിതമാക്കേണ്ടതുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വിഭാഗത്തിന് അവരുടെ വിശ്വാസം വളരെ പ്രിയപ്പെട്ടതാണ്, അങ്ങനെ ആയിരിക്കുകയും വേണം. അപ്പൊ അവരുടെ വിശ്വാസത്തിനെതിരായി അതിനെ കളങ്കപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ട് കയറി ചെല്ലുന്നത് ഒരിക്കലും ഇവരുടെ ഒരു വ്യവസായമല്ല. ഇവര് ആ രൂപത്തിലാണ് അതിനെ ആക്കാൻ ശ്രമിക്കുന്നത് എന്ന രൂപത്തിലാണ് ഇവരെല്ലാവരും പ്രതികരിക്കുന്നത്. ജസ്നയുടെ ഒരു പ്രതികരണം: ഞാനൊരു ചിത്രം മാത്രമേ വരയ്ക്കുന്നുള്ളൂ എന്ന് വല്ലാതെ അങ്ങനെ പറഞ്ഞെന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കരുതി വേറെ രൂപവും ഭാവവും കണ്ണന് വരച്ചു കൊടുക്കാം, അല്ലാതെ പുറത്ത് എന്റെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ട് ഈ കണ്ണൻ തന്നെ പോകും. ഞാൻ ഏകദേശം 2.5 മാസത്തിന്റെ പുറത്തെടുത്തു ഈ ഒരു ഫോട്ടോ പൂർത്തീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചെലവ് എന്ന് വെച്ചാൽ വണ്ടിക്കൂലി സഹിതം എനിക്കൊരു 19,000 രൂപ ചെലവായിട്ടുണ്ട്. കാരണം വണ്ടിക്കൂലി എന്ന് എടുത്തു വെച്ച് പറയണമെങ്കിൽ വലിയ വാഹനത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്റെ അനുഭവം എന്ന് വെച്ചാൽ കണ്ണൻ ആരെയും ഉപദ്രവിക്കൂല, ചിരിച്ചോണ്ട് എടുക്കുക ചെയ്യുക. അങ്ങനത്തെ കണ്ണന്റെ അടുത്തേക്ക് വരുമ്പോ എന്നെ ആരും ഉപദ്രവിക്കാനാണ്? ഒരു വിശ്വാസല്ലേ? അഷ്ടമി രോഹിണി ദിനത്തിൽ കൃഷ്ണന് സമ്മാനമായിട്ട് ഒരു വലിയ ചിത്രവുമായിട്ടാണ് ജസ്ന സലീം എത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്ലാം മത. ഇതാണ് ജസ്നയുടെ ആശയം. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ണനെ വരച്ചാൽ ആ കണ്ണനുമായി വരുന്ന എന്നെ ആരുപദ്രവിക്കാനാണ്? ഇസ്ലാമിക വിശ്വാസങ്ങൾക്കു മങ്ങലേറ്റാൽ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഭീകരതകൾ ഒളിച്ചിരിക്കുന്നത്. ഇപ്പൊ പലപ്പോഴും പല ആളുകളും ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നു, ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ശ്രീകൃഷ്ണ ചിത്രം നിർമ്മിച്ച് ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വിൽപ്പന പരസ്യം നടത്തുന്ന ജസ്ന എന്ന ഇസ്ലാം മതവിശ്വാസിയുടെ ഹിന്ദു മത നിന്ന പ്രവർത്തനം അധികാരികൾ നിയന്ത്രിക്കണം എന്നുള്ള രൂപത്തിലുള്ള പോസ്റ്റുകളാണ് വൈറലാകുന്നത്. സ്വത്വബോധമുള്ള ഒരു ഹൈന്ദവനും ബാലാമണി താത്തയുടെ ഹൈന്ദവ നിന്നയോട് യോജിക്കാൻ സാധിക്കില്ല എന്നും അതില്ലാത്ത ആളുകൾക്ക് എന്തും പറ്റുമെന്നും എന്ത് വാവും സംക്രാന്തിയും എന്ന് ചോദിച്ചു വെക്കുന്നു. ജസ്ന എന്ന യുവതി ഏതു മതത്തിലും വിശ്വസിച്ചോട്ടെ, ഇവിടെ ആരാണ് അവരുടെ ജാതിയും മതവും ഒക്കെ ചോദിക്കുന്നത്. പക്ഷേ മറ്റൊരു വിശ്വാസത്തെ ആരും വിൽപ്പന ചരക്കാക്കേണ്ടതില്ല. ഇവർ പ്രത്യേകമായി ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിക്കുന്നു, വ്രണപ്പെടുത്തുന്നു എന്നതാണ് ഇപ്പോൾ ഇവർക്ക് എതിരെ കേസ് കൊടുക്കാനും കാരണമായിട്ടുള്ളത്. ഇപ്പൊ ഇവരെ സൈബർ ആക്രമണം നടത്തി എന്ന പേരിൽ ഇവരൊരു ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. തെറ്റും ശരിയും എന്താണ് എന്നത് കാലം തെളിയിക്കുമെന്ന് നമ്മൾ അന്നേ പറഞ്ഞിരുന്നു.
നമുക്ക് വിലയിരുത്താം, വിമർശിക്കാം, തിരുത്താം, അഭിപ്രായങ്ങൾ പറയാം. അതൊക്കെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഇവർ ആക്രമിക്കപ്പെടുക എന്നതിനോട് യോജിപ്പില്ല. വിമർശനങ്ങൾ സ്വാഭാവികമാണ്. ഒരുപക്ഷെ കടുത്ത വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും, കഴിവില്ലാത്ത ആളുകൾക്ക് പറ്റില്ല. എത്ര പേര് വിമർശിച്ചാലും ശരി, ചിലരുടെ പ്രതികരണങ്ങൾക്ക് വിമർശകരെക്കാൾ കാഠിന്യമുണ്ടാകും. അതുകൊണ്ട് അവർ തിരിച്ചു വരും. എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ആയത് എന്ന് സ്വയം ന്യായീകരിക്കാനുള്ള അവരുടെ അവകാശത്തിനു വേണ്ടി അവർ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ജസ്നയും അത് തന്നെയാണ് ചെയ്തത്. അതിനോട് 100% യോജിക്കുകയും ചെയ്യുന്നു. ഇവർ ഈ വരയ്ക്കുന്നത് ഇവരുടെ ഉപജീവന മാർഗം മാത്രമാണ് എന്ന് പറഞ്ഞ് കബളിപ്പിക്കുമ്പോൾ ഇവര് എന്തിനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി നിന്ന് പ്രതിഷ്ഠകൾ അർപ്പിക്കുന്നത്? അവിടെ കേക്ക് മുറിക്കുന്നു, ബർത്ത്ഡേക്ക് കണ്ണനെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. എന്താണ് ഇവരുടെ വിശ്വാസം? അതുകൊണ്ടാണ് വീണ്ടും ഈ രൂപത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നത്. ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ അതൊക്കെ അവര് തെളിയിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ കാലം തെളിയിക്കേണ്ടതാണ്. ആര് ചെയ്യുന്നതിന്റെ ശരിയും തെറ്റും ചെയ്യൽ നമ്മുടെ ജോലിയല്ല. ജസ്ന ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. അവര് കണ്ണനെ വരയ്ക്കും, പക്ഷേ ഒരു ഉണ്ണി മുഹമ്മദിനെ അവര് വരയ്ക്കില്ല, ഒരു കുഞ്ഞു മുഹമ്മദിനെ അവര് വരയ്ക്കില്ല. 100 വട്ടം ഉറപ്പ്. കാരണം കഴുത്തിന് മുകളിൽ തലയുണ്ടാകില്ല എന്നവർക്കറിയാം. അവര് കണ്ണനെ വരയ്ക്കും. ആ ഫോട്ടോ അവരുടേതാണ് അവർ വരയ്ക്കുന്നത്. അവർ ഇഷ്ടമുള്ള പൈസയ്ക്ക് അവരത് വിൽക്കും, ഇഷ്ടമുള്ളവർ വാങ്ങിക്കും. അത് ചെലവാക്കാൻ വേണ്ടി ചിലപ്പോൾ ബിസിനസ് തന്ത്രം എന്ന നിലയ്ക്ക് ചിലപ്പോൾ ചിലരെ പുകഴ്ത്തി സംസാരിച്ചെന്നിരിക്കും. അതൊരു കച്ചവട തന്ത്രമാണ്. അതിന്റെ പിന്നാലെ പോകുന്നില്ല. അതിന്റെ പിന്നാലെ പോകണം എന്ന വാശിയുള്ള ആളുമല്ല ഞാൻ. ബീഫ് ആരെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് നോക്കി, വീട്ടിലേക്ക് കയറി പന്നി ആരെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് നോക്കി, അങ്ങനെ വീടുകൾ കയറി ഇറങ്ങി മതം കച്ചവട ചരക്കാക്കേണ്ടുന്ന കാര്യം ഇവിടെയില്ല. ആർക്കും സ്വർഗമോ നരകമോ കൊടുക്കാനോ ആരെയെങ്കിലും വിശ്വാസിയോ മുർത്തദ്ദോ ആക്കാനോ എന്നെ ആരും ഏൽപ്പിച്ചിട്ടുമില്ല. അതിനോട് യോജിപ്പുമില്ല. ഒരു പക്ഷേ അവർ മരിക്കാൻ ശ്രമിച്ചു. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടും വലിയ വിഷമവും വേദനയും ആകുമായിരുന്നു. ഒരു സ്ത്രീ അവരന്ന് ഇരയായിരുന്നു. അപ്പോൾ അവരോടൊപ്പം നിൽക്കണം എന്ന തത്വം തന്നെയാണ് ഞാനും സ്വീകരിച്ചത്. ഇവരുടെ ഒരു വാർത്താ സമ്മേളനമുണ്ട്. അവര് കൃഷ്ണന്റെ ചിത്രം വരച്ചു തുടങ്ങിയത് 2019 എന്ന് അവര് പറയുന്നു. ശ്രദ്ധിക്കണം, ഇവരെ എനിക്ക് സംശയം തോന്നിയ കാരണം അതാണ്. 2019 ചിത്രം വരയ്ക്കുമെന്ന് മനസ്സിലാക്കി 2016 ഒരു ഉസ്താദ് ഇവരുടെ കുട്ടിയെ അടിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ പരാതിപ്പെടുന്നത്. അതിന്റെ പേരിൽ കുട്ടിക്ക് മാനസിക പ്രശ്നമുണ്ടായി എന്ന് പറയുന്നു. ഡോക്ടറെ കാണിക്കേണ്ടി വന്നു എന്ന് പറയുന്നു. മറ്റൊരു പയ്യൻ ഡോക്ടറാണ് എന്ന് പറഞ്ഞ് വന്ന ഒരു യുവാവ് ഈ പെണ്ണിനെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നും അത് വിഷ്വലാക്കിയെന്നും ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെന്നും ഒക്കെ പറഞ്ഞ് ആ പയ്യന്റെ ഉമ്മയുടെ പേരടക്കം ഫോട്ടോ അടക്കം ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. 2016 മകനെ ഉസ്താദ് പീഡിപ്പിക്കുന്നു, അടിക്കുന്നു, ഉപദ്രവിക്കുന്നു. 2017 ഒരാള് ഈ പെണ്ണിനെ പീഡിപ്പിക്കുന്നത്. കഥ കേട്ടപ്പോ ഒക്കെ ഒരു പരസ്പരം കോൺഫ്ലിക്റ്റ് പോലെ തോന്നി. 2019 കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന, കണ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ഇവര് വരയ്ക്കുമെന്ന് മനസ്സിലാക്കി ഉസ്താദ് ഉപദ്രവിച്ചതാണോ? ഇതൊക്കെ പരസ്പരം എന്തൊക്കെയോ കോൺട്രഡിക്ഷൻസ് തോന്നിയത് കൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ജസ്ന കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നു, അവരത് ഒരു ഉപജീവന മാർഗമാക്കി നടത്തുന്നു. ശരി, ഇത് ഹൈന്ദവരെയോ ഹൈന്ദവ ഈശ്വര വിശ്വാസങ്ങളെയോ മോശമായി ചിത്രീകരിച്ചിട്ടില്ല, അവരാരെയും അവഹേളിച്ചിട്ടില്ല, മതസ്പർദ്ധ നടത്തിയിട്ടില്ല, ആരെയും വിമർശിച്ചിട്ടില്ല, അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റി, ഈ സ്ത്രീയെ ചുറ്റിപ്പറ്റി ഒരുപാട് സംഭവ വികാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും പങ്കുവെക്കുന്നു. എന്ത് കാരണത്തിന്റെ പേരിലായാലും ശരി, ഒരാളെ അനാവശ്യമായി അപമാനിക്കുക എന്ന ലക്ഷ്യം എനിക്കില്ല. അവരെ അപമാനിക്കുകയോ അവരെ മരണത്തിലേക്കോ ആത്മഹത്യയിലേക്കോ തള്ളിവിടുകയോ മെന്റൽ ഡിപ്രഷനിലേക്ക് അവരെ തള്ളിവിട്ടിട്ട് അതുവഴി ഒരു ആനന്ദം കണ്ടെത്തുകയോ ചെയ്യണം എന്ന ആശയം എനിക്കില്ല. എനിക്ക് രസകരമായി തോന്നിയത് ഒരു പോസ്റ്റാണ് ഫേസ്ബുക്കിൽ ഒരാൾ പങ്കുവച്ചത്. ജസ്ന സലീമിന്റെ ഫോട്ടോ വാങ്ങിയ നരേന്ദ്രമോദിയുടെ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു.
ജസ്ന സലീമിന്റെ ഫോട്ടോ വാങ്ങിയ കുമ്മനം രാജശേഖരൻ ചേട്ടൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ജസ്ന സലീമിന്റെ ഫോട്ടോ വാങ്ങിയ ദിലീപിന്റെ കാര്യം തീരുമാനമായി. ജസ്ന സലീമിന്റെ ഫോട്ടോ വാങ്ങിയ മോഹൻലാൽ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കുന്നു. ജസ്ന സലീമിന്റെ ഫോട്ടോ വാങ്ങിയ സുരേഷ് ഗോപി ഏറ്റുവാങ്ങുന്ന ട്രോളുകൾക്ക് കയ്യും കണക്കുന്നില്ല. ജസ്ന സലീമിന്റെ ഫോട്ടോ വാങ്ങിയ ഉണ്ണി മുകുന്ദൻ മാളികപ്പുറത്തിന് ശേഷം ക്ലിക്കാകുന്നില്ല. ജസ്ന സലീമിന്റെ ഫോട്ടോ വാങ്ങിയ ഗോകുലം ഗോപാലനെതിരെ ഏതോ ഏജൻസി അന്വേഷണം പുറപ്പെടുവിച്ചു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ജസ്ന സലീം പറയുന്നത് എന്റെ ഫോട്ടോ വാങ്ങി വീട്ടിൽ വെച്ച ശങ്കരൻകുട്ടിയുടെ ഭാര്യയ്ക്ക് ദിവ്യഗർഭമുണ്ടായി എന്നാണ്. ഇതൊക്കെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള വിമർശനങ്ങൾ രേഖപ്പെടുത്തുവാണ്. അവര് ക്ഷേത്രനടയിൽ ശ്രീകൃഷ്ണ ജയന്തി ദിവസം കേക്ക് മുറിച്ചെന്നോ അവരുടെ ജന്മദിനത്തിന് കേക്ക് മുറിച്ചെന്നോ അതിന്റെ പേരിൽ ഇവർക്കെതിരെ പരാതി കൊടുത്തെന്നോ അതൊക്കെ നമ്മൾ കേൾക്കുന്നു. പോലീസിൽ പരാതി നൽകിയത് BJP തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരിയാണ്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇതര മതസ്ഥർ ഭക്തവേഷം കെട്ടിക്കൊണ്ട് നടത്തുന്ന ഇത്തരം ഉഡായിപ്പുകൾ തടയപ്പെടേണ്ടത് തന്നെയാണെന്നും ജസ്നയെ പോലെയുള്ളവരെ ക്ഷേത്ര പരിസരങ്ങളിൽ നിന്നും അകറ്റി നിർത്തണമെന്നുമാണ് ഹരി പരാതിയിൽ ആവശ്യപ്പെടുന്നത്. ഇപ്പോ നമ്മുടെ കൃഷ്ണരാജ് സാർ, അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാറ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇന്നലെ. കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ഓതറൈസേഷൻ ഓഫ് എൻട്രി റൂൾസ് 1965 എന്ന് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു നിയമം നടപ്പുള്ള സംസ്ഥാനമാണ് കേരളം. ഈ നിയമപ്രകാരം അഹിന്ദുക്കൾ കേരളത്തിലെ പൊതുക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. ഈ നിയമത്തിൽ ക്ഷേത്രം എന്നത് നിർവചിക്കുന്നത് ക്ഷേത്രവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും എന്നാണ്. ക്ഷേത്രഭൂമികളും ക്ഷേത്രത്തിലേക്ക് മാത്രമായിട്ടുള്ള വഴികൾ പോലും ഈ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഉള്ളപ്പോഴാണ് ജസ്ന എന്ന ഒരു മുസ്ലിം സ്ത്രീയെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിൽ കൊണ്ടുപോയി കോപ്രായങ്ങൾ കാണിക്കാൻ അനുവദിക്കുന്നത്. വന്ന് ക്ഷേത്രനട പന്തലിൽ നിന്ന് കേക്ക് മുറിക്കാനുള്ള ധൈര്യം വരെ ഇവർക്കുണ്ടായി എന്നത് ഞെട്ടിപ്പിക്കുന്നത് തന്നെ. ക്ഷേത്രനട പന്തലിലാണ് ഭഗവാൻ ഉത്സവത്തിനും പള്ളിവേട്ടയ്ക്കും പുറത്തെഴുന്നള്ളി പറ സ്വീകരിക്കുന്ന പരമപ്രധാനമായ ചടങ്ങ് നടക്കുന്നത് എന്ന് ഓർക്കണം. മാത്രമല്ല വിഘ്നേശ്വരന്റെ നട ഈ കിഴക്കേ നട പന്തലിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ജസ്ന എന്ന മുസ്ലിം സ്ത്രീ ഭഗവാന്റെ ചിത്രം വരയ്ക്കുന്നതും അത് വിൽക്കുന്നതും അവരുടെ കച്ചവടം. പക്ഷേ അതിന് ഗുരുവായൂർ ക്ഷേത്രം ഉപയോഗിക്കുന്നത് അനുവദിക്കാനാവില്ല. നമുക്ക് നോക്കാം. ഇതാണ് അദ്ദേഹം കുറിച്ച പോസ്റ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മതത്തെയും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഒരു മതത്തെയും അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ. ഇത് ജസ്ന സലീം എന്ന സ്ത്രീ ഇസ്ലാം മതവിശ്വാസിയാണ്. അവര് നമസ്കരിക്കുന്ന ചിത്രങ്ങൾ അവര് തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട്. തുമ്മുന്നതും ചീറ്റുന്നതും അടക്കം വീഡിയോ എടുത്ത് റീൽസ് എടുത്ത് പങ്കുവെക്കുന്ന ആളാണ്. ശരീരം മുഴുവനും ക്യാമറ ഘടിപ്പിച്ചിട്ടാണോ അതോ ക്യാമറാമാൻമാരെയും കൊണ്ടാണോ നടക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് ഇവരുടെ വീഡിയോകളൊക്കെ വരുന്നത്. ഇവര് തിരിയുന്നതും മറിയുന്നതും പോകുന്നതും എന്തിനേറെ പൂ വാങ്ങി തലയിൽ വെക്കുന്നത് വരെ വീഡിയോ എടുത്ത് റീൽസുകളായി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് അവരുടേതിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരുപാട് റീൽസുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ നിരന്തരം പങ്കുവെക്കുന്ന ആളാണ് അവര്. ഇങ്ങനെ സുരേഷ് ഗോപി ജയിച്ച സമയത്ത് വിളിക്കാതെ തന്നെ ഇവരവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രൂപത്തിലുള്ള വിമർശനങ്ങൾ നേരിട്ടിരുന്നു. ഇവരൊരു ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത്. ഇസ്ലാം മത വിശ്വാസപ്രകാരം ഈ മതത്തിനകത്ത് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഗുരുവായൂർ പോയി തൊഴാൻ സാധിക്കുന്നത്? ഉണ്ണിക്കണ്ണനെ വിശ്വസിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നല്ലതും ചീത്തയും ഉണ്ണിക്കണ്ണനാണ് ഉണ്ടാക്കുന്നതെന്നും കണ്ണൻ വിചാരിച്ചാൽ എന്റെ ജീവിതം മാറി മറിയുമെന്നും ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് പറയാൻ കഴിയില്ല. അപ്പോ അവർ ഈ മതത്തിലാണോ നിൽക്കുന്നത് അതോ ഇവർ ഈ മതം വിട്ട് പുറത്തു പോയോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? ഞാനൊക്കെ മതത്തെ വിമർശിച്ചു, മതത്തിൽ നിന്നും പുറത്തു പോയി എന്ന കാരണത്താൽ എന്തുമാത്രം ഭീഷണികളും തെറിവിളികളും കൊലവിളികളുമാണ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്, നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അങ്ങനെ വരുമ്പോ ഇവര് മതത്തിനകത്ത് നിന്ന് സമർത്ഥമായി ഇസ്ലാം മതത്തെ ട്രോളുകയും ഹൈന്ദവ മതത്തെ
അപഹസിക്കുകയും ചെയ്യുവാണ്, പരിഹസിക്കുകയും ചെയ്യുവാണ്. നമ്മുടെ വിശ്വാസം നമ്മുടെ സ്വകാര്യതയാണ്. നമുക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. അപ്പൊ തലയിൽ തട്ടമിട്ടു എന്നതുകൊണ്ടാണ് മുസ്ലിം സമുദായം ജസ്നയെ അംഗീകരിക്കുന്നതെങ്കിൽ ഈ തട്ടം പലതരത്തിലുള്ള തെമ്മാടിത്തരങ്ങളും ചെയ്യാൻ, ജസ്ന തെമ്മാടിത്തരം ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, പലതും ചെയ്യാനുള്ള ഒരു ടൂളാണോ എന്ന് തോന്നിപ്പോകുന്നു. കാരണം മലദ്വാർ ഗോൾഡ് ഞെക്കിപ്പിഴിഞ്ഞ് ഉമ്മറത്തൂടെയും പിന്നാമ്പുറത്തൂടെയും കൊണ്ടുവരുന്ന ആളുകളെ നിങ്ങളാരും മതത്തിൽ നിന്നും പുറത്താക്കാറില്ല. അവര് മുർത്തദാണ് എന്ന് പറയാറില്ല. അതുപോലെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന തൊപ്പിയും തലപ്പാവും വെച്ച ഉസ്താദുമാരെ, മൗലവിമാരെ നിങ്ങളാരും മതത്തിൽ നിന്നും പുറത്തു പോയവരാണ് എന്ന് പറയാറില്ല. അപ്പോൾ ഈ മതവേഷം പലതും ചെയ്യാനുള്ള ഒരു ടൂളാണോ, ഒരു അവസരമാണോ എന്ന് തോന്നിപ്പോകുവാണ്. ഈ സ്ത്രീ പറയുന്നത് കൂടി ഒന്ന് കേൾക്കുക. ഇനി ഒരിക്കലും എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കാണൂല. ഇനി ഞാൻ സ്വയം അറിഞ്ഞ് കണ്ണടയ്ക്കുന്ന ഒരു നിമിഷം ആ കണ്ണ് തുറക്കുമെന്ന് ഞാൻ ഒരിക്കലും കുറഞ്ഞു നിറക്കത്ത പോലെ ഞാൻ ചിന്തിച്ചില്ല. മൂക്കിൽ പമ്പിടുന്ന സമയത്ത് ഭയങ്കര പിന്നെ സഹിക്കാൻ പറ്റൂല. ഞാൻ സിസ്റ്റർ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, എന്നെ രക്ഷിക്കല്ലേ സിസ്റ്ററെ, കണ്ണനായിരിക്കും ഒരു പക്ഷെ എന്നെ ലൈഫിലേക്ക് കൊണ്ടുവന്നത്. കണ്ണൻ തന്നെയാണ് ഒരു രണ്ടാമത് ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റി. കണ്ണനാണ് എന്നെ രണ്ടാമതൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ തട്ടമിട്ട് ഇസ്ലാം മത വിശ്വാസിയാണ് ഞാനെന്ന് കാണിക്കുന്നത് ഒരു ബിസിനസ് തന്ത്രമല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ല എന്നത് തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇവർ ഇൻഷാ അല്ലായും മാഷാ അല്ലായും അല്ലാ എന്ന് വിളിച്ച് ഈ തലയിൽ തുണി ഇടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ടാണ് ഇവരൊരു കപടയാണ്, ഇവര് ഉഡായിപ്പിന്റെ ഉസ്താദാണ് എന്ന് തിരിച്ചറിഞ്ഞതും അത് നിങ്ങളുമായി പങ്കുവച്ചതും അതുകൊണ്ടാണ്. ഇവർക്ക് എന്തും വിശ്വസിക്കാം, ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആയിരിക്കണം എല്ലാം. അപ്പോൾ ഇവരൊരു ഇസ്ലാം മതവിശ്വാസിയുമല്ല. ഇനിയും കണ്ണനെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവർക്ക് ഈ ഐഡന്റിറ്റിയുടെ ആവശ്യവുമില്ല. സത്യമായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവസാനമായിട്ട് നമ്മളുണ്ടല്ലോ, ഇനി ആരും ആത്മഹത്യ ചെയ്യാൻ അല്ലെ മരണത്തെ തൊട്ട് മുമ്പ് കണ്ടൊരു വ്യക്തി എന്നുള്ള ഒരു അനുഭവം കൊണ്ട് ഞങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തൊരു ഉപദേശം തരട്ടെ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും മരണത്തിനെ പറ്റി ചിന്തിക്കരുത്. എന്താ വെച്ചാല് അത് പറയാൻ കാരണം, എനിക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പോ എനിക്ക് എന്റെ ചുറ്റിലുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി, എനിക്ക് ഞാനേ ഉണ്ടാവും എന്നുള്ള മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് വലിയൊരു പാഠം തന്നെ ഇതിൽ തന്നു. അത് അനുഭവങ്ങൾ കൊണ്ടേ നമുക്ക് പാഠം കിട്ടുള്ളൂ, അല്ലാതെ ഒരു കാരണം കൊണ്ടും നമുക്ക് പാഠം കിട്ടൂല. ഞാൻ ഈ കുടിച്ച ഗുളികയിൽ ഞാൻ മൊത്തം 50 ഗുളിക മേടിച്ചിട്ടുണ്ടായി. അതിൽ 30 ഞാൻ കുടിച്ചിട്ടുള്ളൂ. അതിൽ 20 ഗുളികയില് ഈ ഉറക്കിന്റെ ഒരു കണ്ടന്റ് കൂടുതലുള്ള ഒരു ഗുളികയാണ് ഞാൻ കുടിച്ചത്. അപ്പോ ഈ 30 കുടിച്ചപ്പോഴേക്ക് എന്റെ മോൻ വന്നു. എന്റെ മോൻ എന്ന് പറയുന്ന 8ാം ക്ലാസ് പഠിക്കുന്ന മോനാ. അതിന്റെ 2 ദിവസം മുമ്പ് തൊട്ട് ഞാൻ ഫുഡൊന്നും കഴിക്കുക, മെന്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പൊ ഇവൻ ഗുളിക പിടിച്ചപ്പം എനിക്ക് ഇവനോട് മല്ലിടാനുള്ള ശേഷിയില്ല, ഞാൻ അങ്ങ് കൊടുത്തേച്ചു. അപ്പൊ ഇത് ഇവൻ തോന്നിയിട്ടുണ്ട് ഞാൻ എന്തോ പണി ഒപ്പിച്ച് വെച്ചു. ജുമാന എന്ന് പറയുന്ന ഒരു അപ്പിക്കുപ്പായക്കാരി കുറെ നേരമായിലൂടെ വന്ന് നീ തെറി വിളിക്കുന്നുണ്ട് ലൈവില്. ആരാടി നീ തെറി വിളിക്കുന്നത്? ഇതിനകത്തുള്ള സകല ആളുകളെയും ഇവള് മാറി മാറി തെറി വിളിക്കുവാണല്ലോ. നീ ഒരു കാര്യം ചെയ്യടി, വീട്ടിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ ലൈവിൽ പോയിട്ടേ നിന്റെ സൂക്കേട് അങ്ങ് പറ. അവൻ വീട്ടിൽ വന്ന് നിന്റെ സോക്കേട് തീർത്തു തരും. ചെല്ല്, കുറെ നേരമായിട്ട് ഞാൻ നിന്നെ ഓടിച്ചു വിടണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് അവൻ അനിയനെ വിളിച്ചതാണ്. അപ്പൊ ഞാൻ ഈ കണ്ണ് അവസാനമായിട്ട് നമ്മൾ മയങ്ങി പോകില്ലേ, ആ ഒരു മയക്കത്തില് എന്റെ 2 മക്കളിൽ നിന്ന്. ഇതൊക്കെ സാധാരണ എല്ലാ മനുഷ്യനും പറയാനുള്ളത് തന്നെയാണ്. ഇത് ശരിയാണെങ്കിലും കള്ളമാണെങ്കിലും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇതേ ഉള്ളൂ. ഇവര് ഒരു ഹിന്ദു വിശ്വാസി പോലും ഇങ്ങനെയൊന്നും ചെയ്ത് നമ്മളാരും കണ്ടിട്ടില്ല. ആ രൂപത്തിൽ അവരുടെ വിശ്വാസത്തെ അവഹേളിക്കാൻ ജസ്ന മുന്നിലുണ്ട്. എന്തുകൊണ്ടാണ് സ്വന്തം വിശ്വാസത്തിനെതിരെ ഇവര് പ്രവർത്തിക്കാത്തത്? ഇവരൊരു ഉണ്ണി മുഹമ്മദിനെ വരയ്ക്കട്ടെ, എന്തേ വരയ്ക്കാൻ പറ്റാത്തത്? ഒരു കുഞ്ഞൈഷയെ വരയ്ക്കട്ടെ, തട്ടമിട്ട മോള്, എന്തേ പറ്റാത്തത്? അതെ, ഇസ്ലാം മതവിശ്വാസമാണ്. വളരെ പെട്ടെന്ന് വ്രണപ്പെടും, കഴുത്തിന് മുകളിൽ തലയുണ്ടാകില്ല. ഇതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾ ഭക്തരാണ്, അവരുടെ ഭക്തിയെ ഇവര് ചൂഷണം ചെയ്യുന്നു. ഇവർക്കൊരു ഉപജീവന മാർഗമായിരുന്നെങ്കിൽ ഇവരൊരു വീട് വെച്ചു, ഇവർക്ക് ഒരു വലിയ വ്യവസായി കുറെ പണം കൊടുത്തെന്നും
സഹായിച്ചെന്നും ഒരുപാട് ആളുകൾ ഇവരെ സഹായിച്ചു എന്നൊക്കെ ഇവർ പറയുന്നു. ശരി, അതൊന്നും നമ്മുടെ ചോയ്സ് അല്ല. ഇതിനെ ഒന്നും വിമർശിക്കാൻ നമ്മൾ ആരുമല്ല. അവര് വിമർശിക്കുകയോ അല്ല, അവര് അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ. ജയൻ, നീ കുറെ നേരമായല്ലോടാ വന്ന് ജസ്നായെ വെള്ള പൂശാൻ തുടങ്ങിയിട്ട്. എന്താടാ നിനക്ക് പറയാനുള്ളത്? കുറെ നേരമായല്ലോടാ. അവരുടെ മനസ്സിൽ കണ്ണനായിരിക്കും പ്രധാനം. പോട്ടെ ടീച്ചറെ, ആയിക്കോട്ടെ. ആരെങ്കിലും പറഞ്ഞു അവരോട് കണ്ണനല്ലാന്ന്? ഇനിമേലിൽ കണ്ണനെ വരയ്ക്കരുത് എന്ന്, അത് വിൽക്കരുത് എന്ന്, അത് നിങ്ങൾക്ക് ബിസിനസ് ആക്കരുത് എന്ന് ആരെങ്കിലും പറഞ്ഞോ? ജയൻ, ഇത് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ്, സ്വതന്ത്ര ഭാരതത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒന്നിനെ വിമർശിക്കാൻ പൂർണ്ണമായിട്ടും അധികാരമുണ്ട്. നിങ്ങൾക്ക് ഇസ്ലാം മത വിശ്വാസത്തെ കുറിച്ച് അറിയാമോ? ഇസ്ലാം മത വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ശപിക്കുകയും വെറുക്കുകയും കോപിക്കുകയും പിഴപ്പിക്കുകയും ചെയ്യുന്ന ഏക വിഭാഗം ആരാണെന്ന് ജയൻ അറിയാമോ? അത് ബഹുദൈവാരാധകരാ. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം എന്താണെന്ന് അറിയാമോ? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതാ. ആ ഹിന്ദുക്കൾക്ക് കണ്ണനെ വരച്ചു കൊടുക്കുന്നവർക്ക് ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. ഇവർക്കിത് കച്ചവടമായിരിക്കും. പക്ഷേ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഒരിക്കലും പൊറുക്കുകയോ ചെയ്യാത്ത പാപകർമ്മമാണിത്. അവരെന്നിട്ട് നമസ്കരിക്കുന്നു, അവർ ഇസ്ലാം മത വിശ്വാസിയാണെന്ന് പറയുന്നു. അവർ തലയിൽ തട്ടമിടുകയോ ഇടാതിരിക്കുകയോ ചെയ്യട്ടെ, അവർ മുസ്ലിം ഐഡന്റിറ്റി പ്രയോഗിക്കുന്നു. ഇത് കാപട്യമാണ് എന്ന് തുറന്നു കാണിക്കലാണ് എന്റെ ലക്ഷ്യം. അല്ലാതെ അവർ വരയ്ക്കരുതെന്നോ മറ്റോ ഒന്നുമല്ല. കുറെ നേരമായി ജയൻ വന്നിട്ട് എന്നെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കുക. ജയൻ കേട്ടല്ലോ, കമലാ സുരയ്യ ഇസ്ലാം മതത്തിൽ പോയി കഴിഞ്ഞിട്ടും അവരെന്താ പറഞ്ഞത്? പൂനെയിൽ ചികിത്സയ്ക്ക് വന്ന സമയത്ത് മാതൃഭൂമിക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണെന്ന് തോന്നുന്നു. ഇസ്ലാം സാർസ് പോലെയാണ്, ഇസ്ലാം ഒരു വൈറസ് ആണ്, പകർച്ചവ്യാധിയാണ്, അതിൽ തന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവരുടെ ഉള്ളിൽ നിന്നും കണ്ണൻ പോയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ ഭയമായിരുന്നു, തല പോകുമെന്ന ഭയം. അവര് മരിച്ചപ്പോൾ അവരുടെ അവിശ്വാസികളായ മക്കൾ വരെ പാളയത്ത് നിന്ന് മയ്യത്ത് നമസ്കരിച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ മതത്തിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇവര് ചിത്രം വരയ്ക്കട്ടെ വരയ്ക്കാതിരിക്കട്ടെ, ഇത് നമ്മുടെ വിഷയമല്ല. അവര് വരയ്ക്കരുത് എന്ന് പറയാൻ നമ്മളാരുമല്ല, അവരുടെ മാത്രം സ്വകാര്യതയാണ്. ഇവിടെ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത, ക്ഷമിക്കാത്ത, ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു ജോലി ഇവര് ചെയ്തിട്ട് ഞാൻ ഇപ്പോഴും മതത്തിന്റെ അകത്താണ് എന്ന് പറയുമ്പോൾ അതല്ല, അത് കാപട്യമാണ്, കളവാണ് എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എല്ലായിടത്തും കള്ളത്തരങ്ങളുണ്ട്, കള്ളത്തരങ്ങൾ ഇല്ലെന്നല്ല നിസാമേ. ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് എന്ത് കിട്ടാനാണെന്നല്ലേ? എന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാനാണ് ഞാനൊരു ചാനൽ ഓപ്പൺ ചെയ്തത്. ഏതു വിഷയത്തിലും എന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ. ഇപ്പോ പിണറായി വിജയനും പിണറായി വിജയന്റെ മകളും എന്തെല്ലാം വിമർശനങ്ങളിലൂടെ കടന്നു പോകുന്നു. എല്ലാ ചാനലുകാരും അതെടുത്ത് വിമർശിക്കുന്നില്ലേ? അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നില്ലേ? അവരോടൊക്കെ പെട്ട് നിസാമ് ചോദിക്കുമോ നിങ്ങൾ പറഞ്ഞിട്ട് എന്താ വല്ല മാറ്റവും ഉണ്ടാകുമോ എന്ന്? നമുക്കത് പറയാനുള്ള സ്പേസ് ആണ് നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പള്ളിയാകട്ടെ, അമ്പലമാകട്ടെ, സിനിമയാകട്ടെ, എല്ലാ മേഖലയിലും കള്ളത്തരങ്ങളുണ്ട്, ഇല്ലെന്നല്ല. നമുക്ക് വിയോജിക്കാൻ പറ്റുന്ന മേഖലകൾ തുറന്നു കാണിക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ്. അതുകൊണ്ട് അവര് വരയ്ക്കുന്നതിനോ വരയ്ക്കാതിരിക്കുന്നതോ ഒന്നും ഇവിടുത്തെ വിഷയമല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇവരൊരു ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ പറ്റിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ കണ്ണനെ ആരാധിക്കുന്നു, കണ്ണൻ എന്റെ എല്ലാമാണ് എന്ന് പറഞ്ഞ് ഹൈന്ദവരെയും ഒന്നുപോലെ രണ്ട് മതവിഭാഗങ്ങളെയും കബളിപ്പിക്കുന്നു, പറ്റിക്കുന്നു. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ വിഷയം ഒന്ന് തുറന്നു പറയേണ്ടതായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് തുറന്നു പറഞ്ഞത്. ഓക്കെ, നന്ദി. ഗുഡ് നൈറ്റ്, ശുഭരാത്രി.